എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 47ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്നത്തെ സെഷനിലേക്ക് ഭക്തിയാദരപൂർവ്വം വിശ്വനാഥ് സാറിന്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഓ പതന പടതോ പതനവുനക്കു പതവീജം കരവാവഹൈ തേജസ്വിനാമതിതമസിതോ മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമായ രാമായണം തുറന്നല്ലോ, ഇനി മഹാഭാരതം തുടങ്ങല്ലേ ഇന്ന്. അതെ അതെ. രാമായണം പോലെ തന്നെയാണ് ലോകപ്രസിദ്ധി ആർജിച്ച ഭാരതത്തിന്റെ ഇതിഹാസമാണ് മഹാഭാരതം. 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ഈ ബൃഹത് ഗ്രന്ഥത്തിന് പഞ്ചമവേദം എന്നൊരു പേര് പിൽക്കാലത്ത് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. വേദങ്ങളിലുള്ളതെല്ലാം ഇതിനകത്ത് പുനരാവിഷ്കരിച്ചിരിക്കുന്നു. വേദങ്ങളെ ഉപബൃംഹണം ചെയ്യുക, വലുതാക്കി പുനരാവിഷ്കരിക്കുക, അങ്ങനെ ചെയ്യുന്ന ഏത് ഗ്രന്ഥത്തിനും കൊടുക്കുന്ന ഒരു പേരാണ് പഞ്ചമവേദം. അത് സാങ്കേതിക സംജ്ഞയാണ്. 5ാമത്തെ വേദം എന്ന് അതുകൊണ്ട് വേദം 5 ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സാങ്കേതിക സംജ്ഞയാണ് പഞ്ചമം എന്നുള്ളത്. 5ാമത്തേത് എന്ന് പറയുന്നത് ഏത് വേണയാവാം. ഭരതമുനിയുടെ നാട്യശാസ്ത്രം പഞ്ചമവേദമാണെന്ന് പറയുന്നു. അങ്ങനെ പലതും പറയുന്നുണ്ട്. എങ്കിലും ഇതുകൊണ്ടാണ്, അതായത് വേദാർത്ഥങ്ങളെ ഉപബൃംഹണം ചെയ്ത് പുനരാവിഷ്കരിക്കുന്നതിന് കൊടുക്കുന്ന പേരാണ്. ഭാരതത്തിന്റെ 18 വിദ്യകളും അതുകൊണ്ട് ബൃഹത്തും അതുകൊണ്ട് മഹത്വമാണ് മഹാഭാരതം. മഹത്വാത് ബൃഹത്വാച്ച മഹാഭാരതം ഉച്യത്തെ. മഹത്തായതുകൊണ്ടും ബൃഹത്തായതുകൊണ്ടും അതിന് മഹാഭാരതം എന്ന് പേരിട്ടിരിക്കുന്നു എന്നാണ്. രാമായണം സൂര്യവംശ രാജാക്കന്മാരുടെ കഥ പറയുമ്പോൾ മഹാഭാരതം ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥയാണ്. ഈ ഭൂമിയിൽ 2 വംശങ്ങളേ ഉള്ളൂ, സൂര്യവംശവും ചന്ദ്രവംശവും. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ആവിഷ്കരിച്ചത് ഉണ്ടായി. 2 വംശങ്ങളുടെയും കഥ പറയുന്നത് രാമായണ മഹാഭാരതത്തിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. മഹാഭാരതത്തിൽ രാമായണം കഥയും പറയും. മഹാഭാരതം ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും ഈ ലോകത്തെങ്ങുമില്ല. അതുകൊണ്ടാണ് ഇതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി തത്ക്വചിത് എന്നൊരു ചൊല്ല് മഹാഭാരതത്തെ കുറിച്ചുണ്ട്. ഏത് ഇഹ അസ്തി, യാതൊന്ന് ഇതിലുണ്ടോ, തത് അന്യത്ര, അത് വേറെ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. യാതൊന്ന് ഇതിലില്ലയോ അത് ലോകത്തെങ്ങും ഉണ്ടാവില്ല. ഇത് ലോകത്തിലുള്ള സമസ്ത വിഷയങ്ങളും മഹാഭാരതം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ബൃഹത്തായതും മഹത്തായതും 1.25 ലക്ഷത്തോളം ശ്ലോകത്തിൽ ഒതുങ്ങേണ്ടി വന്നതും അതുകൊണ്ടാണ്. വ്യാഫോച്ഛിഷ്ടം ജഗത് സർവോ എന്നൊരു ചൊല്ലുണ്ട്.
അതും ഇതുതന്നെയാണ്. വ്യാസന്റെ ഉച്ഛിഷ്ടമാണ് ലോകത്തുള്ളതെല്ലാം. രാമായണ മഹാഭാരതങ്ങളെ അധികരിച്ചിട്ടാണ് സംസ്കൃത ഭാഷയിലുണ്ടായ കാവ്യനാടകങ്ങളും മറ്റുള്ള സമസ്ത കലാസാഹിത്യ രൂപങ്ങളും ഇങ്ങനെയുണ്ടായതാണ്. ഇതിഹാസ ലക്ഷണം നമ്മൾ രാമായണം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ധർമാർത്ഥകാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രത്യക്ഷതേ. അതുതന്നെയാണ് ഇവിടെയും ഇതിൻ്റെ ലക്ഷണം. മഹാഭാരതം ധർമാർത്ഥകാമമോക്ഷങ്ങളിൽ രാമായണം ധർമ്മത്തിന് പ്രാധാന്യം നൽകുന്നെങ്കിൽ മഹാഭാരതം അർത്ഥകാമങ്ങൾക്കാണ് പ്രാധാന്യം. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ വരുമ്പോൾ മോക്ഷമാണ്. രാമായണം ധർമ്മവിഷയകമാണ്. മഹാഭാരതം അർത്ഥകാമങ്ങൾ ചർച്ച ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ അത് മോക്ഷ ഉപയോഗിയായിട്ട് മാറുന്നു. പാണ്ഡവ കൗരവന്മാരുടെ ഒരു ചരിത്രകഥ സമഗ്രമായി പ്രതിപാദിക്കുന്നു. ധർമ്മം എന്തെന്ന് പറയാൻ പോകുമ്പോൾ അധർമ്മത്തെ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇതൊക്കെ രാമായണത്തിൽ ഞാൻ പറഞ്ഞാണ്. അധർമ്മവൃത്തികൾക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അറിഞ്ഞിട്ട് അതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ടാണ് അധർമ്മം ധാരാളം മഹാഭാരതത്തിൽ കാണുന്നത്. ഇന്ന് മഹാഭാരതത്തെക്കുറിച്ച് ഒരു വലിയ വിമർശനവും ചോദ്യവുമാണ്. അതിനകത്ത് ദുര്യോധനെ അവതരിപ്പിച്ചു, ദുശാസനെ അവതരിപ്പിച്ചു. അധർമ്മം ധാരാളം കാണാം. ഈ അധർമ്മം പഠിപ്പിക്കാനാണോ മഹാഭാരതം ആവിഷ്കരിച്ചത് എന്നൊക്കെ പല വിമർശനങ്ങളും മഹാഭാരതത്തെക്കുറിച്ചുണ്ടാവാം. ഇപ്പോഴൊക്കെയും പറയാനുള്ളത് ധർമ്മവും അധർമ്മവും ചൂണ്ടിക്കാണിക്കുന്നത് അധർമ്മത്തിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയാൽ അതിന് പിന്മാറാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ്, അങ്ങനെ ആവാതിരിക്കാനാണ്. ദുര്യോധനെ പോലെയോ ദുശാസനെ പോലെയോ ശകുനിയെ പോലെയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം ഈ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അർത്ഥകാമങ്ങൾ ധാർമ്മികമായി എങ്ങനെ നേടാൻ പറ്റും, ഇത് മഹാഭാരതത്തിന്റെ വിഷയമാണ്. അർത്ഥവും വേണം, കാമവും വേണം. അത് ചുമ്മാതെ എങ്ങനെയെങ്കിലും നേടിയാൽ പോരാ, ധാർമ്മികമായി നേടാൻ പറ്റണം. അതിന് പറ്റുന്ന കഥാപാത്രങ്ങളെയും അതുമൂലം ഉണ്ടാകാവുന്ന ഉത്കൃഷ്ടതയും അപകൃഷ്ടതയും വ്യക്തമായി മഹാഭാരതം പ്രതികരിക്കാം. അർത്ഥകാമങ്ങൾ ധാർമ്മികമായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് മഹാഭാരതം ബോധിപ്പിക്കുന്നുണ്ട്. അധർമ്മം നാലുപാടും ചുറ്റുപാടും വിളയാടുമ്പോൾ ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയാണ്. അത് വളരെ പ്രയാസവുമാണ്. ഇതിനു ധാരാളം ഉപദേശങ്ങൾ വേണം. അതുകൊണ്ടാണ് ഉപദേശ സമന്വിതം എന്ന പേരിൽ മഹാഭാരതത്തിൽ ഭഗവത്ഗീത, ഫനൽസുജാതീയം, വിദുരോപദേശം, അനുഗീത, യക്ഷപ്രശ്നം, 5 എണ്ണങ്ങൾ ഉപദേശങ്ങളുടെ ഒരു വലിയ ബൃഹത് സംഹിത ഇന്നത് കാണാൻ പറ്റും. ഇതിഹാസം ഉപദേശപൂർവമായിരിക്കണം എന്ന് പറയുന്ന ഇതാണ്. അധർമ്മം ചുറ്റുമലയാടുമ്പോൾ ധർമ്മത്തെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു ഉപദേശം നമുക്ക് ആവശ്യം. അവിടെയാണ് ഉപദേശങ്ങളുടെ പ്രശ്നം. ഞാൻ മഹാഭാരതത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞെന്നുള്ളൂ. ഇനിയും പറയേണ്ടത് മഹാഭാരതം വേദവ്യാസ മഹർഷി തൻ്റെ ശിഷ്യനായ വൈശമ്പായന് നൽകുന്ന ഉപദേശങ്ങൾ എന്ന രീതിയിലാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. വൈശമ്പായനൻ പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയന് സർപ്പസതം വെച്ച് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് മഹാഭാരതത്തിന്റെ തുടക്കം. ഈ അവതരണം കേട്ട സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കഥ വീണ്ടും പറയുന്നു. ഇവിടെ നിന്നാണ് മഹാഭാരതം കഥ ആരംഭിക്കുന്നത്. 3 അവതരണങ്ങൾ. ഒന്ന് വേദവ്യാസൻ വൈശമ്പായന് കൊടുക്കുന്നു, വൈശമ്പായൻ ജനമേജയന് കൊടുക്കുന്നു. അത് കേട്ടറിഞ്ഞ സൂതൻ ശൗനകാദികളുടെ മറുപടിക്ക് ഉത്തരമായി കഥ പറയുന്നു. ഈ 3 അവതരണങ്ങളിലൂടെയാണ് മഹാഭാരതം കടന്നു വരുന്നത്. ഈ ഉപദേശ പരമ്പര പുരാണങ്ങളിലും കാണാം. നൈമിഷാരണ്യങ്ങളിൽ വെച്ച് ശൗനകാദി ഋഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് പുരാണങ്ങളെല്ലാം ആരംഭിക്കുന്നത്. മഹാഭാരതത്തിൽ അവലംബിച്ച അതേ അവതരണ ശൈലി തന്നെയാണ് ഈ പുരാണങ്ങളിൽ കാണുന്നത്. ഈ വിധമുള്ള ഒരു സമ്പന്നം മഹാഭാരതവും പുരാണങ്ങളും തമ്മിലുണ്ടെങ്കിലും
അവയുടെ ഉള്ളടക്കം വളരെ വ്യത്യസ്തമാണ്. മഹാഭാരതത്തെക്കുറിച്ച് പഠിച്ച വിദേശികൾ ഭാരതത്തിലെത്തി കുറേ ചർച്ചകൾ നടത്തി അവരുടെ ഒരു ചിന്തയെ ഞാൻ അവതരിപ്പിക്കുകയാണ്. പാണ്ഡവ കൗരവ കുടുംബ കഥയാണ് മഹാഭാരതത്തിന്റെ കഥയുടെ ഏറ്റവും അകത്തുള്ള വിഷയം. ഒരു കുടുംബ കഥ മാത്രമാണ്. ആ രണ്ട് കുടുംബങ്ങളുടെ കഥ ആണ് മഹാഭാരതത്തിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ വിഷയം. അത് ആദ്യ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് 11,000 ശ്ലോകം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ജയം എന്നായിരുന്നു പേര് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചില ഉദാഹരണം പറയുന്നുണ്ട്. ജയോ നാമ ഇതിഹാസോയം ശ്രോതഭ്യോ വിജിഗീഷുള. ജയം എന്നു പേരുള്ള ഇതിഹാസം വിജിഗീഷുക്കൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കേണ്ടതാണ് എന്നൊക്കെ. അതിന് ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു എന്നും. നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തതോ ജയമുദീരേത്. ഇവരെയൊക്കെ നമസ്കരിച്ചിട്ട് ഞാൻ ജയം പറയാൻ പോകുന്നു എന്ന പേരിൽ മഹാഭാരതത്തിന് ആദ്യത്തെ പേര് ഇതായിരിക്കണം എന്നീ ലക്ഷണം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ പാണ്ഡവകൗരവന്മാരുടെ കുടുംബകഥയുടെ കൂടെ അവരുടെ വംശപരമ്പരയുടെ കഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 25,000 ശ്ലോകങ്ങളോടെ ഭാരതം എന്ന പേരിൽ ഒരു ഇതിഹാസമായി. അപ്പൊ ആദ്യം 11,000 ശ്ലോകം, പിന്നെ 25,000 ശ്ലോകം. ഈ ഘട്ടത്തിൽ പ്രധാന കഥാതന്തുവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം അനുബന്ധ കഥകൾ ചേർത്തിട്ടുണ്ട്. പിന്നീടാണ് ഓരോരുത്തരുടെ കഥയോട് ചേർത്ത് അനുബന്ധ കഥകൾ 100 കണക്കിന് കൂട്ടിച്ചേർത്ത് വംശപരമ്പരയെ മുഴുവനും അവതരിപ്പിച്ചപ്പോൾ 1,50,000 ശ്ലോകത്തിലുള്ള മഹാഭാരതമായി. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് മഹാഭാരതം രൂപമെടുത്തത് എന്ന് പാശ്ചാത്യരായ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു വ്യാസനായിരിക്കില്ല എന്നാണ് അവരുടെ ഒരു ചിന്ത. പല വ്യാസന്മാർ പല കാലഘട്ടത്തിൽ എഴുതി പൂർത്തീകരിച്ചതാവാം. ബാദരായണ വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നിങ്ങനെ പല പേരുകൾ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്ന്. പക്ഷെ ഭാരതീയർ ഒരു വ്യാസൻ തന്നെയാണ് എന്നുള്ള ചിന്തയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. എങ്കിലും ഇതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇക്കാലത്ത് മനുഷ്യന്റെ സാമാന്യബുദ്ധിക്കും ചിന്തയ്ക്കും എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം ഈ മേൽപ്പറഞ്ഞ 3 വാദങ്ങൾ സ്വീകരിക്കാൻ കാരണമായിരുന്നു. വാൽമീകിയെ പോലെ വ്യാസനും മഹാഭാരതത്തിൽ സ്വയം ഒരു കഥാപാത്രമായി. 2 ഇതിഹാസങ്ങളിലെ രചയിതാക്കളുടെ കുടുംബകഥ കൂടിയാണ് രാമായണവും മഹാഭാരതവും. രാമായണത്തിൽ വാൽമീകി ഒരു കഥാപാത്രം, മഹാഭാരതത്തിൽ വ്യാസൻ കഥാപാത്രം. സുന്ദരവും ലളിതവുമായ ഒരു ഭാഷാ ശൈലി നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. വ്യാസൻ ഗണപതിയെ കൊണ്ട് എഴുതിച്ചു എന്ന് ഇതിന്റെ ആമുഖത്തിൽ ഈ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയുമാണ് മഹാഭാരതത്തെക്കുറിച്ച് ജനറലായിട്ട് അറിഞ്ഞിരിക്കാനുള്ള ചുരുക്കി പറയുന്നത്. കാരണം ഇത് മഹാഭാരതം എത്ര പറഞ്ഞാലും തീരില്ല. 1,50,000 ശ്ലോകമാണ്. അതിനെ വളരെ ചുരുക്കി 1, 2, 3, 4, 5 ക്ലാസ് കൊണ്ട് തീർക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഉപദേശ ഭാഗം മാത്രം വിസ്തരിക്കും, കഥാംശം ചുരുക്കി പറഞ്ഞു പോവുകയുള്ളൂ. ഈ 4-5 ഉപദേശങ്ങൾ, ഒന്ന് ഗീത, പിന്നെ ഫലസുജാതീയം, പിതരോപദേശ, അനുഗീത, ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചുരുക്കി പറഞ്ഞു പോകും. ബാക്കിയെല്ലാം വളരെ ചുരുക്കി. എന്നാലേ നമുക്ക് തീരാൻ പറ്റുള്ളൂ. അതൊക്കെ തീരില്ല എന്നുള്ളൂ. പിന്നെ ഇതൊരു ജനറൽ സ്റ്റഡിയാണ്. വേണമെങ്കിൽ പിന്നീടൊക്കെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമുക്ക് പോവാം. ഇനി മഹാഭാരതത്തെ 18 പർവ്വങ്ങളായിട്ടാണ് തിരിക്കുന്നത്. രാമായണത്തെ കാണ്ഡങ്ങളായിട്ട് തിരിക്കുമ്പോൾ മഹാഭാരതത്തിലെ അധ്യായ വിഭാഗത്തിന്റെ പേര് പർവ്വം എന്ന്. 18 പർവ്വങ്ങൾ, ഗ്രന്ഥങ്ങൾ കൂടിയാണ് മഹാഭാരത കഥ മുന്നേറുന്നത്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധികപർവം, ആശ്രമവാർഷികപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനപർവം, സ്വർഗാരോഹണപർവം എന്നിങ്ങനെ 18 പർവ്വം. പല പേരും നിങ്ങൾ പലപ്പോഴും കേട്ടുകൾ പലർക്കും അറിയാവുന്നതുമായിരിക്കും. അടുക്കിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആദി, സഭ, വന, വിരാട, ഉദ്യോഗ, ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, സൗപ്തിക പർവ്വം. അവർ 10. ആദിപർവവും സഭാപർവവും വനപർവവും വിരാടപർവവും ഉദ്യോഗപർവവും
യുദ്ധത്തിനുള്ള ഒരുക്കം ആ കഥ ആരംഭിച്ചിട്ട്. ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, ഭൗതിക 5 പർവ്വങ്ങൾ യുദ്ധമാണ്. 10 11ാമത്തെ സ്ത്രീ പർവ്വത്തിൽ സ്ത്രീകളുടെ വിലാപത്തെക്കുറിച്ചാണ്. 12 ശാന്തി ഉണ്ടാക്കുന്നതിനുള്ള പർവ്വമാണ്. 14 ഉപദേശങ്ങൾ അടങ്ങുന്ന അനുശാസന പർവ്വമാണ്. 15 അശ്വമേധം ചെയ്യുന്ന അശ്വമേധിക പർവ്വമാണ്. 16 ഇവർ ആശ്രമവാസത്തിലേക്ക് പോകുന്ന പർവ്വമാണ്. 17 മൗഫല പർവ്വം. മുഫലം ഇരുമ്പുലക്ക കൊണ്ട് ആ വംശം നശിക്കാനുണ്ടായ കാരണം. 17 മഹാപ്രസ്ഥാന പർവ്വം, അവരുടെ സ്വർഗയാത്രയാണ്. 18 സ്വർഗ ആരോഹണം. ഇതാണ് 18 പർവ്വങ്ങൾ. ഞാൻ ഈ 18 പർവ്വങ്ങളിലെയും കഥ ചെറിയ പാരഗ്രാഫിൽ പോലെ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഈ കഥാംശത്തെ ഒന്ന് അറിഞ്ഞിരിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ കഥ അറിയാവുന്നതായിരിക്കും. ഈ 18 പർവ്വത്തിലെ കഥകൾ അറിയാവുന്നവർ കാണും, അല്ലെ എവിടെന്നെങ്കിലും ചെറുതൊക്കെ അറിയാമായിരിക്കാം. എങ്കിലും ഞാൻ മുമ്പോട്ട് പോകാനുള്ള കഥാഗതിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു കടമ എന്നുള്ള മട്ടിൽ ഇതൊന്ന് ചുരുക്കി പ്രതിപാദിച്ചു പോകാം. ഇതുകൂടാതെ 18 പർവ്വം കൂടാതെ ശ്രീകൃഷ്ണ കഥയെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന 10,000 ശ്ലോകം അടങ്ങിയ ഹരിവംശം എന്നൊരു അനുബന്ധവും കൂടി മഹാഭാരതത്തിനുണ്ട്. അതിലാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാര കഥകളും ശ്രീകൃഷ്ണാവതാര കഥകളും ഒക്കെ വിസ്തരിച്ച് ഹരിവംശത്തിൽ പറയുന്നുണ്ട്. രാമായണത്തെ പോലെ ആധ്യാത്മിക പരിവേഷം മഹാഭാരത കഥയിൽ ചുരുക്കാണ്ട് കാണാൻ പറ്റും. നിത്യജീവിതത്തിൽ പകർത്താൻ പറ്റിയ അനവധി കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും രാമായണത്തെക്കാൾ ഉപരിയായി മഹത്തായ ഉപദേശങ്ങൾ ഈ ഇതിഹാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആദ്യപർവ്വത്തിലെ കഥാംശം ചുരുക്കുമ്പോൾ പാണ്ഡവ കൗരവന്മാരുടെ ഉത്പത്തിയാണ് ആദ്യപർവ്വത്തിലെ പ്രധാന വിഷയം. ചന്ദ്രവംശത്തിലെ പ്രദീപൻ എന്ന രാജാവിൻ്റെ കഥ മുതൽ ആരംഭിക്കുന്നു. അതിനു മുമ്പും ഒത്തിരി രാജാക്കന്മാരുണ്ട്, അതൊക്കെ വിടുകയാണ്. നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥ മുതലേ തുടങ്ങുന്നത്. ചന്ദ്രവംശത്തിലെ പ്രദീപൻ എന്നാണ്. പ്രദീപൻ, ദീപം എന്നുള്ള അർത്ഥം വിളക്കെന്നല്ല, പ്രദീപൻ എന്നാണ്, തായ. അതിൽ പ്രദീപൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ട് ശന്തനു എന്ന രാജാവ് ഉണ്ടാകുന്നു. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. രാജകുമാരനായ ശന്തനു ആയോധന വിദ്യയിൽ നിപുണനായിരുന്നു. അദ്ദേഹം ആ ആയോധന വിദ്യ അഭ്യസിക്കുന്നതിന്റെ ഭാഗമായി കാട്ടിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഗംഗ നദിയുടെ തീരത്ത് വെച്ച് അതീവ സുന്ദരിയായ യുവതിയെ കാണുന്നു. അവളെ പരിചയപ്പെടുന്നു. കാമാതുരനായ ശന്തനു അവളിൽ ആസക്തനാകുന്നു. തൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. ഭാവിയിൽ തൻ്റെ പ്രവൃത്തികളിലൊന്നിലും അപ്രിയം കാണിച്ചില്ലെങ്കിൽ ഞാൻ വരാം എന്നവൾ സമ്മതിക്കുന്നു. ആ നിമിഷം, അങ്ങനെ വന്നാൽ ആ നിമിഷം ഞാൻ രാജാവിനെ ഉപേക്ഷിച്ചു പോകും എന്ന നിബന്ധനയോടെ ആ യുവതി ഈ ക്ഷണം സ്വീകരിക്കുന്നു. വർദ്ധിച്ച കാമാസക്തി കൊണ്ട് ശന്തനു നിബന്ധനകൾക്കെല്ലാം വഴങ്ങി വിധേയനായി ആ സുന്ദരിയുടെ കൂടെ രമിച്ചു. കുറേ നാളുകൾ മുമ്പോട്ട് പോകുമ്പോൾ അവൾ തനിക്ക് ജനിക്കുന്ന പുത്രന്മാരെല്ലാം ഗംഗാ നദിയിൽ ഒഴുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്രിയം പറഞ്ഞാൽ ഇവൾ പോകും. അതുകൊണ്ട് രാജാവും ഇല്ലാതിരിക്കും. ഇത്രയും ക്രൂരമായ സ്വന്തം കുട്ടികളെ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശന്തനു മഹാരാജാവ് മൗനം പാലിച്ചു. 7 കുട്ടികളെ ഇങ്ങനെ പ്രസവിച്ചപ്പോൾ തന്നെ ഗംഗയിൽ മുക്കിക്കൊന്നു. 8ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ രാജാവിന് സഹിക്കാനായില്ല. ഇവനെയെങ്കിലും തനിക്ക് വിട്ടുതരണം എന്ന് രാജാവ് പറയുന്നതോടെ ആ പുത്രനെ രാജാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൾ കൊട്ടാരം വിട്ടുപോകും. ഗംഗയിൽ മുക്കിക്കൊല്ലാൻ പുറപ്പെട്ട പുത്രനെ തിരികെ ലഭിച്ചതുകൊണ്ട് അവന് ഗംഗാദത്തൻ എന്ന് പേരിട്ടു. ഗംഗാദത്തൻ ആയോധന വിദ്യയിലും മറ്റും അഭ്യസിച്ച് യൗവനാരംഭത്തിൽ എത്തിയ കാലത്ത് ശന്തൻ രാജാവ് വീണ്ടും ഒരു നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോകും. ഇത്തവണ രാജാവ് ഒരു മുക്കുവ കന്യകയെ കണ്ടാണ് ഭ്രമിക്കുന്നത്. ഈ രാജകന്യകയെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൾ തൻ്റെ അച്ഛൻ്റെ സമ്മതമില്ലാതെ വരാനാവില്ലെന്ന്. അച്ഛനായ ദാശരാജാവ് തന്റെ മകളെ ധർമ്മപത്നിയായി സ്വീകരിക്കാനും അവളിൽ ജനിക്കുന്ന പുത്രന് രാജ്യാധികാരം നൽകാനും തയ്യാറാണെങ്കിൽ മാത്രമേ മകളെ നൽകാം എന്നറിയിക്കുന്നു. രാജ്യാവകാശിയായി മൂത്തപുത്രനായ ഗംഗാദത്തൻ ഉള്ളതുകൊണ്ട് രാജാവിന് ഈ നിബന്ധന സ്വീകരിക്കാനായില്ല. കൊട്ടാരത്തിൽ തിരിച്ചെത്തി രാജാവിൻ്റെ ദുഃഖകാരണം മനസ്സിലാക്കി ഗംഗാദത്തൻ ദാശരാജാവിനെ സമീപിച്ച് അച്ഛനു വേണ്ടി
കന്യകയെ യാചിച്ചു. ആദ്യമായി അച്ഛൻ്റെ കാമുകയെ അന്വേഷിച്ചു പോയ ഒരു ഇത്തവണ ദാസരാജാവ് ഗംഗാദത്തന് മുമ്പിൽ 2 നിബന്ധനകൾ വെക്കുന്നു. തൻ്റെ മകൾക്ക് ജനിക്കുന്ന പുത്രന് രാജ്യാവകാശം ലഭിക്കണം. ഭാവിയിൽ ഗംഗാദത്തന് പുത്രൻ ജനിച്ചാൽ അവന് രാജ്യാവകാശം ഉന്നയിക്കരുത്. ഈ 2 നിബന്ധനകളും ഗംഗാദത്തൻ സംശയം കൂടാതെ സ്വീകരിച്ചു. ദാസരാജാവിൻ്റെ അടുത്ത സംശയം, ഇനി ജനിക്കാനിരിക്കുന്ന പുത്രന്റെ കാര്യത്തിൽ ഉറപ്പു നൽകാൻ ഗംഗാദത്തന് എങ്ങനെ കഴിയും എന്ന്. ഇതിന് ഗംഗാദത്തൻ ധീരമായ ഉത്തരം നൽകുന്നു, താൻ വിവാഹം കഴിക്കാതിരിക്കാം. അപ്പോൾ പുത്രൻ ജനിക്കുന്ന പ്രശ്നമുണ്ടാവില്ല. ഈ 2 കാര്യങ്ങളും ഗംഗാദത്തൻ ദാസരാജാവിന് മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് ഭീഷ്മങ്ങളായ 2 പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്നു മുതൽ ഗംഗാദത്തൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടും എന്ന് അനുഗ്രഹിക്കുന്നു. ഇനിയും ഈ 2നും ഒരു പൂർവ്വകഥയുണ്ട്. ഗംഗാദത്തന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു സുന്ദരമായിട്ട് ഒരു പൂർവ്വകഥയുണ്ട്. വസിഷ്ഠ മഹർഷിയുടെ ഹോമധേനുവിനെ അഷ്ടവസുക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. കോപിഷ്ഠനായ വസിഷ്ഠൻ ഇവർ 8 പേരെയും ഭൂമിയിലെ മനുഷ്യരാകട്ടെ ആയി ജനിക്കട്ടെ എന്ന് ശപിച്ചു. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ശാപമോക്ഷത്തിനായി അപേക്ഷിച്ച് ഇവരോട് പശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ മുൻകൈയെടുത്ത അഷ്ടവസുക്കളിലെ 8ാമത്തെ ആളായ ദ്യു എന്നാണ് എൻ്റെ പേര്. ആ ദേവനൊഴികെ ബാക്കി എല്ലാവർക്കും ഭൂമിയിൽ ജന്മമെടുത്താൽ അപ്പം തന്നെ മരണം സംഭവിച്ച് തിരിച്ചെത്താം. പക്ഷേ ദ്യു ആണ് കുറ്റക്കാരനുള്ളതുകൊണ്ടായി ഒരു മനുഷ്യായുസ് മുഴുവൻ ഭൂമിയിൽ കഴിയേണ്ടി വരും. ഇവർ 8 പേരും സ്വർഗലക്ഷ്മി എടുത്തുനിന്ന് അപേക്ഷിച്ചു തങ്ങളുടെ അമ്മയായിട്ട് ഭൂമിയിൽ വരണം. അങ്ങനെയാണ് ഈ സ്വർഗലക്ഷ്മി സുന്ദരിയായിട്ട് ഭൂമിയിൽ വന്നു. ഇവരെയൊക്കെ ഇവരുടെ ആവശ്യമനുസരിച്ച് ഗംഗയിൽ മുക്കി മോക്ഷത്തിലേക്ക് പറഞ്ഞയച്ചു. അവസാനത്തെ ആളായ ഭീഷ്മരെ ഒരു ജന്മം അനുഭവിക്കുന്നതിന് വിട്ടുകൊടുത്തിട്ട് അവൾ പോയി. സ്വർഗലക്ഷ്മി ഈ വിധത്തിൽ ജന്മമെടുത്ത ആ അഷ്ടവസുക്കളിലെ 8ാമത്തെ ആളായ അദ്ദേഹത്തെ തിരിച്ചു കൊടുത്തിട്ട് ഭീഷ്മരെ ഈ ശാപം എന്നും വേട്ടയാടും. ഏറ്റവും കൂടുതൽ ശരശീലിൽ കിടക്കുമ്പോഴും ഭീഷ്മരുടെ ഇത് തുടരുകയാണ്. ധർമ്മത്തിൻ്റെ പ്രതീകമായ എല്ലാവർക്കും ആരാധ്യനായ ഭീഷ്മർ എത്രയെത്ര അധർമ്മങ്ങൾ കാണുകയും അവയ്ക്കെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യേണ്ടി വരുന്നുവെന്ന് അദ്ദേഹത്തിന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം തന്നെയാകും. ഈ ചോദ്യം പലരും ചോദിക്കാറ്. കൂടെയുള്ളവരെല്ലാം യുദ്ധത്തിൽ വീരമൂർത്തി വരിക്കുമ്പോഴും ഭീഷ്മർക്ക് മരണം അകലെയാണ്. ശരശീലിൽ കിടന്നുള്ള ദുരിതം തുടർന്നും അനുഭവിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ദുർവിധി. പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം എന്നതിന് ഉദാഹരണമാണ് ഭീഷ്മരുടെ കഥ. അടുത്ത പൂർവ്വകഥ ദാശകന്യയെക്കുറിച്ചാണ്. ദാശപുത്രിയായ മത്സ്യഗന്ധി ഗംഗാനദിയിൽ തോണിക്കാരനായ അച്ഛൻ്റെ സഹായിയായി. ഒരിക്കൽ തോണിയിൽ അക്കരെ കടക്കാനിടയായ പരാശരൻ എന്ന മഹർഷി മത്സ്യഗന്ധിയുടെ ലാവണ്യത്താൽ ആകർഷണമാകുകയും യാത്രാമധ്യേ തൻ്റെ തപശക്തി കൊണ്ട് ഇരുട്ടിലൊരു ദ്വീപുണ്ടാക്കി അവളുമൊത്ത് രമിക്കുകയും ചെയ്തു. ഈ വിധം ദ്വീപിൽ ഇരുട്ടിൽ ജനിച്ച അവരുടെ പുത്രന് കൃഷ്ണൻ ദ്വൈപായനൻ എന്ന് പേരും. കൃഷ്ണൻ വെച്ച കറുപ്പ്. ദ്വൈപായനൻ ദ്വീപിൽ കിടന്നവൻ, നാരത്തിൽ അയനം ചെയ്തവൻ നാരായണൻ എന്ന പോലെ ദ്വീപിൽ അയനം ചെയ്തവൻ ദ്വൈപായനൻ. കൃഷ്ണവർണ്ണവും ദ്വീപിൽ ജനിച്ചതുകൊണ്ടും കൃഷ്ണൻ ദ്വൈപായനൻ എന്ന് ഒരു പേരിൽ അറിയപ്പെട്ടു. മത്സ്യഗന്ധിയുടെ കന്യകാത്വം താനുമായുള്ള ഈ ബന്ധം നഷ്ടപ്പെടില്ല എന്ന് വരം നൽകി പരാശര മഹർഷി അറിയിച്ചു. എത്തി ഒരു ക്ലാസ്സിലാണ്. കന്യകാത്വം താനുമായുള്ള ഈ ബന്ധം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് വരം നൽകി പരാശര മഹർഷി പറയുന്നു. ജനിക്കുമ്പോൾ തന്നെ യൗവനാവസ്ഥയിലെത്തിയ വ്യാസനും അമ്മ തന്നെ സ്മരിക്കുമ്പോൾ താൻ എത്തിക്കൊള്ളാമെന്ന് വാക്കോടെ അമ്മയിൽ നിന്നും പിരിഞ്ഞു. ഇങ്ങനെ ശന്തനുവിനും മത്സ്യഗന്ധിക്കും ഓരോ പൂർവ്വകഥകളും ആ ബന്ധങ്ങളിൽ നിന്നും ഇരുവർക്കും ലഭിച്ച ഓരോ പുത്രന്മാരും ഭീഷ്മനും വ്യാസനും. തൻ്റെ ഈ പൂർവ്വകഥ തുറന്നു പറഞ്ഞ ശേഷമാണ് മത്സ്യഗന്ധി ശന്തനുവിൻ്റെ പത്നിയാകുന്നത്. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് അന്നു മുതൽ അവൾ സത്യവതി എന്ന പേരിൽ അറിയപ്പെട്ടു. സത്യവതിയിലെ ശന്തനുവിനെ ചിത്രാംഗതൻ വിചിത്രവേരുന്ന 2 പുത്രന്മാർ ജനിച്ചു. ആ സമയത്ത് തന്നെ ശന്തനും ഇഹലോകത്തു നിന്നും യാത്രയാകും. ചിത്രാംഗതൻ തൻ്റെ പേരുള്ള ഒരു ഗന്ധർവനുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു.
വിരൂപനായ വിചിത്രവീരൻ വിവാഹിതനായി ഒരു കന്യകയും ലഭിക്കുന്നില്ല. വിവാഹത്തിന് വേണ്ടി ഓടി നടക്കും. അദ്ദേഹം വിരൂപനാണ്, അതുകൊണ്ട് കന്യകമാരാരും പൊങ്ങുന്നു. ചിത്രാംഗതൻ അതേ പേരുള്ള ഒരു ഗന്ധർവനുമായിട്ട് ഏറ്റുമുട്ടി, എൻ്റെ പേരുള്ള ആരും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. യുദ്ധം ചെയ്ത് ഗന്ധർവൻ യുദ്ധവിശാരദായിരുന്നു, ചിത്രാംഗതനെ വധിച്ചു. വിചിത്രവീരനെ കണ്ടാ കൊള്ളാത്തതുകൊണ്ട് ഒരു കന്യകമാര് വിവാഹം കഴിക്കാൻ വന്നില്ല. മകൻ വിവാഹിതനാകാത്തതുകൊണ്ട് വംശം നിലനിർത്താനാകില്ല എന്ന സങ്കടത്തോടെ ചന്ദനും ഇഹലോകവാസം വെടിഞ്ഞു. ഇതിനുശേഷം ഭീഷ്മരെ കാശി രാജാവിൻ്റെ മക്കളായ അംബ, അംബിക, അംബാലിക എന്നിവരെ അവരുടെ സ്വയംവരമണ്ഡലത്തിൽ നിന്നും വിചിത്രവീരന്റെ ഭാര്യമാരാക്കാൻ വേണ്ടി ഒരാൾക്കാരനെ കൊണ്ടുവരും. മാർഗമധ്യേ അംബ താൻ ഫാലുവിനെ വിവാഹം കഴിക്കാൻ മനസ്സ് ആഗ്രഹിച്ചാണെന്ന് പറയുകയും ഭീഷ്മർ അവളെ വിട്ടയക്കുകയും ചെയ്തു. ഫാലുവിൻ്റെ അടുത്തെത്തിയ അംബയെ ഭീഷ്മർ കൈപിടിച്ചു കൊണ്ടുപോയ കാരണത്താൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. തിരിച്ച് ഭീഷ്മരുടെ അടുത്തെത്തിയ അംബ തൻ്റെ കൈപിടിച്ച ഭീഷ്മർ തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. നിത്യബ്രഹ്മചാരി എന്ന പ്രതിജ്ഞ എടുത്തത് എനിക്കിത് സാധ്യമല്ലെന്ന് ഭീഷ്മർ പറയുന്നു. ഇതോടെ ഒരിടത്തും ആശ്രയമില്ലാതായ അംബ അടുത്ത ജന്മത്തിൽ താൻ ഭീഷ്മരെ വധിക്കുമെന്ന പ്രതിജ്ഞയോടെ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു. ഈ സംഭവം ഭീഷ്മർ നേരിടുന്ന മറ്റൊരു ദുരന്തമാണ്. അംബ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി ജനിച്ച ഭീഷ്മരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അംബികയും അംബാലികയും രാജാവായ വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ വിരൂപനായ അദ്ദേഹവുമായുള്ള സംഗമത്തിന് അവർ തയ്യാറായില്ല. അങ്ങനെയിരിക്കെ വിചിത്രവീരൻ രാജയക്ഷ്മാവ് എന്ന ഒരു രോഗം ബാധിച്ചു, ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ടു. താനെടുത്ത പ്രതിജ്ഞ കാരണം ഭീഷ്മർ രാജ്യഭാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ വിധവയായ സത്യവതി ഭാരതത്തിന്റെ ആദ്യത്തെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു. ഭാരതത്തിന്റെ പ്രഥമ ചക്രവർത്തിയായി വിധവയായ സത്യവതി. ഈ സാഹചര്യത്തിൽ ഭീഷ്മരുടെ സഹായത്തോടെ സത്യവതി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. അപ്പോഴും രാജ്യത്തിന് അനന്തരാവകാശമില്ലെന്ന ചിന്ത സത്യവതിയെ അലട്ടി. അതിന് പരിഹാരമായി അംബികയ്ക്കും അംബാലികയ്ക്കും പുത്രന്മാർ ജനിക്കേണ്ടതുണ്ടെന്ന് തീരുമാനിച്ച് തൻ്റെ ശ്രീമന്തപുത്രനായ വ്യാസനെ സ്മരിക്കുന്നു. പണ്ട് നൽകിയ വാക്ക് പാലിച്ച് മുന്നിലെത്തിയ വ്യാസനോട് തൻ്റെ മരുമക്കൾക്ക് പുത്രഭാഗ്യം നൽകാൻ സത്യവതി അഭ്യർത്ഥിക്കുന്നു. രാജ്യാവകാശികൾ ഇല്ലാതെ വരുമ്പോൾ ഇപ്രകാരം അവകാശികളെ കണ്ടെത്താമെന്ന് മനുസ്മൃതിയിൽ വ്യവസ്ഥയുണ്ട്. സത്യവതി അംബികയെ വ്യാസന്റെ അടുത്തേക്ക് പുത്രലബ്ധിക്കായിട്ട് പറഞ്ഞയച്ചു. സന്യാസിയും ജലാവൽക്കരധാരിയുമായ വ്യാസന്റെ വിരൂപ ദർശനം സഹിക്കാനാവാതെ കണ്ണുകൾ അടച്ചുകൊണ്ടാണ് അംബിക വ്യാസനെ സ്വീകരിച്ചത്. ഈ സംഗമത്തിലൂടെ അംബികയ്ക്ക് ജാത്യന്ധനായ ധൃതരാഷ്ട്രർ എന്ന പുത്രൻ എത്തി. അന്ധനായ പുത്രൻ രാജ്യഭാരത്തിന് പ്രാപ്തനല്ല എന്നറിഞ്ഞ സത്യവതി അടുത്തതായി അംബാലികയും വ്യാസന്റെ അടുത്തേക്ക് പുത്രപ്രവർത്തനങ്ങൾ പറഞ്ഞയച്ചു. വ്യാസന്റെ രൂപം കണ്ട് ഭയന്ന അംബാലിക വിളറിയ ഭാവത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് വിളറിയ വെളുപ്പുള്ള പാണ്ഡുരോഗമുള്ളൊരു പുത്രനെ ലഭിച്ചത് അംബാലികയ്ക്ക് ഇപ്പോഴും രാജ്യം ഭരിക്കാൻ തത്രനായ പുത്രൻ ജനിച്ചില്ല. അങ്ങനെ പാണ്ഡു ഇവിടെ എന്താണ് ജാത്യന്ധനായ സത്യവതി വീണ്ടും ഒരിക്കൽ കൂടി രണ്ടുപേരോടും സത്പുത്ര ലബ്ധിക്കായ വ്യാസനെ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചിട്ട് ദാസിയെ അംബികയുടെ വേഷം വെട്ടി വ്യാസന്റെ അടുത്തേക്ക് അയച്ചു. സന്തോഷപൂർവ്വം വ്യാസനെ സമീപിച്ച ആ ദാസിക്ക് ഒരു പുത്രൻ ജനിച്ചു. വിതുരൻ എന്നാണ് പേര്. ശൂദ്ര സ്ത്രീ ജനിച്ച വിതുരക്ക് രാജ്യഭാരത്തിൽ യോഗ്യതയില്ല. അന്ധനായ ധൃതരാഷ്ട്രനേക്കാൾ ഭേദം പാണ്ഡുവാണെന്ന് കണ്ട് സത്യവതി പാണ്ഡുവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രൻ ഗാന്ധാരിയെയും പാണ്ഡു കുന്തി മാതിരി എന്ന രണ്ടുപേരെയും വിവാഹം ചെയ്തു. രാജാക്കന്മാരുടെ സപ്തവ്യസനങ്ങൾ ഒന്നായ നായാട്ടിന് വേണ്ടി പാണ്ഡു തൻ്റെ പിതാമഹനായ ശന്തനുവിനെ പോലെ കാട്ടിലേക്ക് പോകുന്നു. 2 പത്നിമാരെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം വനയാത്ര. മാനിന്റെ രൂപത്തിൽ ഇണചേർന്ന് രമിച്ചുകൊണ്ടിരുന്ന കിന്തമൻ എന്നൊരു മഹർഷിയെ വാസ്തവം അറിയാതെ വേട്ടക്കിടയിൽ അമ്പെയ്തു കൊന്ന പാണ്ഡുവിനെ മരിക്കുന്നതിന് മുമ്പ് മഹർഷി ശപിക്കുന്നു. ഏതെങ്കിലും സ്ത്രീയെ സ്പർശിച്ചാൽ സ്പർശന മാത്രയിൽ നിന്റെ ശിരഫ് പൊട്ടിത്തെറിച്ചു പോകട്ടെ. ദുഃഖിതനായ പാണ്ഡു കൊട്ടാരത്തിലേക്ക് മടങ്ങാതെ കാട്ടിൽ തന്നെ തുടരും. 2 പത്നിമാരെയും സ്പർശിക്കാൻ സാധ്യമല്ലാതെ വന്നുകൊണ്ട് വീണ്ടും അവകാശികൾ ഇല്ലാത്ത സ്ഥിതി സംജാതമാകും. എത്ര പ്രാവശ്യം ഭാരതം ഭരിക്കാൻ യോഗ്യനായ ഭരണാധികാരിയെ കിട്ടാഞ്ഞിട്ട് ഉഴന്നു നടക്കുന്നു.
അന്നു മുതലേ ഇത് ഇങ്ങനെ തുടർന്നു വരിക. കൗരവ പാണ്ഡവന്മാരുടെ ഇവരുടെ ഇതിനെ തുടർന്ന് ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര ഭീഷ്മരുടെ സഹായത്തോടെ രാജ്യഭാരം ഏറ്റെടുക്കുന്നു. വനത്തിൽ തന്നെ തുടർന്ന പാണ്ഡു സന്താനങ്ങളില്ലാത്ത ദുഃഖം കൊണ്ട് കുറെ കാലം കഴിയവേ ഉദയഗിരിയെങ്കിലും ഒരു പുത്രൻ വേണമല്ലോ എന്നോർത്ത് തന്റെ പത്നിമാരോട് അതിന് പരിഹാരം പോംവഴി കണ്ടെത്താൻ പറഞ്ഞു. കുന്തി കുറച്ചു കാലം മുമ്പ് തനിക്ക് ദുർവാസ മഹർഷിയിൽ നിന്നും അവൾക്ക് ലഭിച്ച 6 മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലൊരു മന്ത്രം കൊണ്ട് സൂര്യനെ പരീക്ഷിച്ചതും മൂലം തനിക്കൊരു പുത്രനെ ലഭിച്ചെന്ന്, മാനഹാനി ഭയന്ന് അവനെ പേടകത്തിൽ നിക്ഷേപിച്ച് പുഴയിൽ ഒഴുക്കിയെന്ന് കുന്തി വെളിപ്പെടുന്നു. ഈ പേടകം ഭൂതനായ അതിരഥന് ലഭിക്കുകയും ഭൂതപുത്രനായി വളർന്ന ആ പുത്രൻ പിന്നീട് കർണൻ എന്ന പേരിൽ പ്രശസ്തനാവുകയും ചെയ്തു. പാണ്ഡുവിന് വിരോധമില്ലെങ്കിൽ ബാക്കിയുള്ള 5 മന്ത്രങ്ങൾ പുത്രലബ്ധിക്കായി ഉപയോഗിക്കാമെന്ന് കുന്തി അറിയിക്കുന്നു. സന്തുഷ്ടനായ പാണ്ഡുവിന്റെ സമ്മതത്തോടെ കുന്തി മന്ത്രോപാസന ചെയ്ത് യമധർമ്മദേവനെ പ്രീതിപ്പെടുത്തി യുധിഷ്ഠിരനും, വായുവിനെ പ്രീതിപ്പെടുത്തി ഭീമനും, ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി അർജുനനും 3 പുത്രന്മാരുണ്ടായി. അവശേഷിച്ച 2 മന്ത്രങ്ങൾ മാദ്രിക്ക് കൊടുത്തു. മാദ്രി 2 മന്ത്രങ്ങൾ കൊണ്ട് ഒന്നിച്ച് ഒരു ദേവനെ, അശ്വിനി ദേവതകളെ സ്മരിച്ചു. അവരിൽ നിന്നും ഇരട്ടകളായ നകുല സഹോദരന്മാർ ഉണ്ടാകുകയും ചെയ്തു. ഇങ്ങനെ പാണ്ഡുവിന് 5 പുത്രന്മാർ ലഭിക്കും. ഒരു ദിവസം കുടി കഴിഞ്ഞ് നനഞ്ഞ ശരീരത്തോടെ നിൽക്കുന്ന മാദ്രിയെ കണ്ട പാണ്ഡു മുനിയുടെ ശാപത്തെക്കുറിച്ച് ഓർക്കാതെ കാമാതുരനായി അവളെ ആലിംഗനം ചെയ്യുന്നു. ശാപഫലമായി ശിരസ് പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ മരണകാരണം താനാണെന്ന് കരുതിയ മാദ്രി അദ്ദേഹത്തിന്റെ ചിതയിൽ ആത്മാഹുതി ചെയ്തു. നടക്കാൻ പോലും പ്രായമാകാത്ത 5 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ കുന്തിയുടെ കഥയാകട്ടെ ജീവിതാന്തം വരെ ദുഃഖപൂരിതമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മാർഗങ്ങളില്ലാതെ കുന്തി കുട്ടികളെയും കൊണ്ട് തിരികെ ഹസ്തനപുരത്തെത്തി. രാജാവായ ധൃതരാഷ്ട്ര അനുജന്റെ നിര്യാണത്തിൽ ദുഃഖിതനാണെങ്കിലും സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. ജ്യേഷ്ഠപത്നിയായ ഗാന്ധാരി ഗർഭവതിയായി 16 മാസമായിട്ടും പ്രസവിച്ചു. കുന്തിക്ക് ലഭിച്ച പുത്രസൗഭാഗ്യത്തെ കണ്ടപ്പോൾ ഗാന്ധാരിക്ക് സഹിക്കാനാവില്ല. അക്ഷമയോടെ അസൂയ കൊണ്ട മനസ്സോടെ അവൾ തന്നെ ഗർഭത്തെ ഒരു കല്ലുകൊണ്ട് ഇടിച്ച് അത് പ്രസവിപ്പിച്ചു. അപ്പോൾ ഒരു മാംസഖണ്ഡമാണ് പ്രസവിച്ചത്. അതൊരു പുത്രനായിരുന്നില്ല. ഈ സമയം അതുവഴി വന്ന വ്യാസൻ ഈ മാംസഖണ്ഡത്തെ 100 കഷ്ണങ്ങളായി 100 കുടങ്ങൾ നിക്ഷേപിച്ച് ആവശ്യപ്പെടുന്നു. 41 ദിവസം എണ്ണ, നെയ്യ് ഇതുകൊണ്ട് ആ കുടത്തിന് മുകൾ അഭിഷേകം ചെയ്ത് നിർദ്ദേശിച്ചു. അതേ തുടർന്ന് അവയിൽ നിന്ന് 100 പുത്രന്മാർ ജനിക്കും. ഇപ്രകാരം ധൃതരാഷ്ട്ര മക്കളായ 100 കൗരവരും അവശിഷ്ടത്തിൽ ജനിച്ച ഒരു സഹോദരി ദുഷ്ടളെ. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ് ഈ കൗരവന്മാർ മുഴുവൻ. ടെസ്റ്റ് ട്യൂബിന് പകരം ഒരു കുടമായി ഇന്ന് മാത്രമേ ഉള്ളൂ. പാണ്ഡുപുത്രന്മാരായ 5 പാണ്ഡവരും ചേർന്ന പാണ്ഡവ കൗരവ ഉൽപ്പത്തി കഥ ഇവിടെ പൂർണ്ണമാണ്. ഇതാണ് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഉൽപ്പത്തി കഥ. ഈ കുട്ടികളുടെ കളികളും വിദ്യാഭ്യാസവുമായി നാളുകൾ വളരെ കഴിഞ്ഞു പോകവേ ഭീമന്റെ കരുത്തും ബലവും കൗരവ സഹോദരന്മാർക്ക് അലോസരവും അസൂയയുണ്ടായി. അതേ തുടർന്ന് ഇവർക്കിടയിൽ ക്രമേണ സ്പർദ്ധയുണ്ടായി. കളികൾക്കിടയിൽ നേരിടേണ്ടി വരുന്ന അപമാനത്താലും ഭീമന്റെ ചെയ്തികൾ മൂലമുണ്ടാകുന്ന സ്പർദ്ധയുടെ മൂർധന്യത്തിൽ ദുര്യോധനൻ ഭീമന് വിഷാന്നം നൽകി ബോധം കെടുത്ത ശേഷം കയറുകൊണ്ട് കെട്ടി ഗംഗാനദിയിൽ ഒഴുക്കും. നദിയുടെ അടുത്തിട്ടുള്ള പാതാള ലോകത്തിൽ എത്തിപ്പെട്ട ഭീമനെ നാഗകന്യകമാർ ശുശ്രൂഷിച്ചു സംരക്ഷിക്കുന്നു. ഭീമന്റെ മാതാമഹവർഗത്തിൽപ്പെട്ട നാഗരാജാവായ വാസുകി ഭീമന് 8 കുടം അമൃതതുല്യമായ ആസവം നൽകുന്നു. ഇത് കുടിച്ച ഭീമൻ 8 ദിവസം നീണ്ട നിദ്രയിൽ നിന്ന് ഉണർന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. തിരിച്ചു വരുമ്പോൾ 10,000 ആനയുടെ കരുത്തോടാണ് മടങ്ങി വരുന്നത്. ഭീമന്റെ കരുത്തിൽ അസൂയ കൊണ്ട് ദുര്യോധനാദികൾ ചെയ്ത ദ്രോഹത്തിനു പകരം ഭീമൻ 10 മടങ്ങ് ശക്തനായിട്ട് ഇവിടെത്തി. ഈ 105 പേരെയും ആയോധന വിദ്യകൾ അഭ്യസിപ്പിക്കാൻ ദാരിദ്ര്യ പരിഹാരത്തിന് വേണ്ടി ഹസ്തനപുരത്തിലേക്ക് എത്തിയ ദ്രോണാചാര്യർ നിയുക്തനാവും. ഈ കാലത്ത് തന്നെ ഭൂതപുത്രനായി ഹസ്തനപുരിയിൽ വളർന്നു വന്ന കർണൻ കൗരവരുടെ വിശേഷിച്ച് ദുര്യോധനന്റെ ഉറ്റ സുഹൃത്തായി മാറി. അസ്ത്രവിദ്യാ പരീക്ഷണം നടക്കുന്ന സന്ദർഭത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട കർണനെ ദുര്യോധൻ അംഗരാജാവായി അഭിഷേകം ചെയ്തു. അമ്മാവനും കുടിലബുദ്ധിയുമായ ശകുനിയുടെയും ആത്മസുഹൃത്തായ കർണന്റെയും ദുഷ്പ്രേരണകൾ മൂലം കൗരവർക്ക്
പാണ്ഡവരുള്ള സ്പർദ്ധ കൂടുതൽ വളർന്നു വന്നു. ഇവരെ എപ്രകാരം നശിപ്പിക്കണമെന്ന ദുഷ്ടചിന്തയോടെ പാണ്ഡവരെ വാരണാവതത്തിലേക്ക് അയച്ചു. അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാനുള്ള കൗരവരുടെ ശ്രമത്തിൽ നിന്നും വിതുരർ ബുദ്ധിപൂർവ്വം ഇടപെട്ട് പാണ്ഡവരെ രക്ഷപ്പെടുത്തി. തുടർന്ന് ഒരു വനത്തിൽ ഇവർ അഭയം പ്രാപിക്കുന്നു. ആ കാലത്താണ് ഹിഡുംബവധവും ഘടോൽക്കചന്റെ ജനനവും ബഗവധവും നടക്കുന്നത്. യാദൃച്ഛികമായി പങ്കെടുത്ത ഒരു അസ്ത്രവിദ്യാ പരീക്ഷയിൽ ജയിച്ച അർജുനൻ പാഞ്ചാലപുത്രിയായ ദ്രൗപദിയെ വിവാഹം കഴിക്കുന്നു. കുന്തിയുടെ അബോധപൂർവമായ നിർദ്ദേശം അനുസരിക്കാൻ പാണ്ഡവർ 5 പേരും പാഞ്ചാലിയെ സ്വീകരിക്കുന്നു. ഈ സംഭവങ്ങളുടെ അരക്കില്ലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് പാണ്ഡവരല്ല എന്ന് കൗരവർ അറിയുന്നു. ഇതിനുശേഷം പാണ്ഡവർ വീണ്ടും പാഞ്ചാലിക്കൊപ്പം ഹസ്തനപുരിയിൽ തിരിച്ചെത്തി. തുടർന്നുണ്ടായ രാജ്യ അധികാര തർക്കങ്ങൾക്കൊടുവിൽ ഭാരതം 2ആയി നേരെ വിഭജിക്കപ്പെട്ടു. അന്നാണ് ഭാരതം പിളർന്ന് 2ആകുന്നത്. ഇതിനുശേഷം പാണ്ഡവർ വീണ്ടും പാഞ്ചാലിയോടൊപ്പം ഹസ്തനപുരിയിൽ തിരിച്ചെത്തി. അങ്ങനെ രാജ്യം 2ആയിട്ട് ഭാഗിച്ച് ഹസ്തനപുരിയുടെ രാജാവായി ദുര്യോധനും ശ്രീകൃഷ്ണ സഹായത്താൽ മയൻ എന്ന ശില്പി നിർമ്മിച്ച ചാതുര്യം കൊണ്ട് നിർമ്മിതമായ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായി യുധിഷ്ഠിരനും അഭിഷിക്തനാണ്. ഇതോടെ ഭാരതത്തിന് 2 തലസ്ഥാനം, 2 രാജധാനികൾ ഉണ്ടായി. ഒന്ന് ഹസ്തിനപുരം, മറ്റൊന്ന് ഇന്ദ്രപ്രസ്ഥം. കുറച്ചു കാലം ഇവർ 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തോടെ ജീവിക്കുന്നു. അതിനിടയിൽ തീർത്ഥയാത്രിക പോയ സന്ദർഭത്തിൽ അർജുനന് ഉലൂപിയിൽ ചിത്രാംഗതൻ എന്ന പുത്രൻ ജനിക്കുന്നു. തുടർന്ന് സുഭദ്രാഹരണം, സുഭദ്രാവരണയം, അഗ്നിദേവന് വേണ്ടി അർജുനൻ ചെയ്യുന്ന ഖാണ്ഡവദാഹം എന്ന പ്രധാന കഥാസന്ദർഭത്തോടെ ആദിസഭയുടെ വിഷയം അവിടെ പൂർണ്ണമാണ്. അപ്പം ആദ്യത്തെ പർവം, ആദ്യ പർവം നീണ്ട കഥയാണ്. ഒന്നാണ് അത്രയും പറയണ്ട. ഉൽപ്പത്തി മുതൽ ഇതുവരെയുള്ള കഥ അവിടെ ചുരുക്കി പറയും. അടുത്ത സഭാപർവത്തില് വളരെ ചുരുക്കമായ കഥയാണ്. മയൻ നിർമ്മിച്ചു കൊടുത്ത ഇന്ദ്രപ്രസ്ഥ രാജധാനിയുടെ സൗന്ദര്യം കേട്ടറിഞ്ഞ കൗരവന്മാർ രാജധാനിയെ കാണാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിനകത്ത് വെച്ച് സ്ഥലജലഭ്രാന്തി മൂലം താഴെ വീണ ദുര്യോധനെ നോക്കിയുള്ള ഭീമന്റെയും പാഞ്ചാലിയുടെയും പരിഹാസം നിറഞ്ഞ ചിരി അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. തുടർന്ന് യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് രാജഭൂയാഗം നടത്തുന്നു. യാഗവേളയിൽ തന്നെ അവമാനിച്ച ശിശുപാലനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നു. ശകുനിയുടെയും കർണന്റെയും ദുരുപദേശങ്ങൾ കേട്ട ദുര്യോധനൻ പാണ്ഡവരെ ചൂതുകളിക്കായി ക്ഷണിക്കുന്നു. ശകുനിയുടെ സഹായത്തോടെ കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരുടെ സ്വത്തും രാജ്യവും കൈക്കലാക്കി അവരെ വനവാസത്തിനായി. അതിനിടെ സഭാതലത്തിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാനുള്ള ദുശാസനന്റെ ശ്രമത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ സഹായത്തോടെ പാഞ്ചാലി രക്ഷപ്പെടുന്നു. ദുശാസനെ ശപിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ പാണ്ഡവർ ഒരുവിധം രക്ഷ നേടുന്നു. ഇതോടെ സഭാപർവത്തിന്റെ കഥ പൂർണ്ണമായി. ഞാൻ ചുരുക്കി പറയാൻ അത്രയുള്ള അതിൻ്റെ പ്രധാന ടോപ്പിക് അത് മാത്രമേ. ഇനിയുള്ളത് വലിയ പർവ്വമാണ് വനപർവ്വം. വനപർവ്വത്തിൽ അനേകം കഥകളുണ്ടെങ്കിലും ഞാനിത് ചുരുക്കിയത് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഉപസംഹരിക്കും. ധാരാളം ഉപകഥകളും സംഭവങ്ങളും ചേർന്നതാണ് ഈ പർവ്വം. വനവാസത്തിനിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന സംഭവം കൃമീരവധമാണ്. കിരാതവേഷധാരിയായ പരമശിവനുമായി അർജുനൻ ഏറ്റുമുട്ടുന്നതും പാശുപതാസ്ത്രം ശിവനിൽ നിന്നും നേടുന്നതും ഈ ഘട്ടത്തിലാണ്. ഇതിനുശേഷം അർജുനന്റെ സ്വർഗഗമനം, ഉർവശിയുടെ കഥ, അർജുനൻ കാലകേയന്മാരെ വധിക്കുന്ന സംഭവം, ഇതെല്ലാം വനപർവ്വത്തിലെ പ്രധാന കഥകളാണ്. കാമികവനത്തിൽ വെച്ച് അനേകം മഹർഷിമാരുടെയും ബ്രാഹ്മണരുടെയും സഹായവും ഉപദേശവും നേടിയ പാണ്ഡവർ ബൃഹദശ്വൻ എന്ന മഹർഷി യുധിഷ്ഠിരന്റെ ദുഃഖങ്ങൾ അകറ്റാനായി അനവധി കഥകൾ പറയുന്നു. ആ കൂട്ടത്തിൽ പറയുന്ന കഥയാണ് നളചരിതം എന്ന കഥ. അത് മഹാഭാരതത്തിൽ വിസ്തരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ഇതിനേക്കാൾ വലുതാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ദുഃഖം സാരമില്ലാത്തതായി ചെറുതായിട്ട് പോകും. കള്ളച്ചുതിൽ രാജ്യം നഷ്ടപ്പെട്ട നളൻ കാട്ടിൽ വസ്ത്രം പോലും ഇല്ലാതെ അലയുമ്പോൾ പത്നി പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകും. കാർക്കോടകന്റെ ദംശത്താൽ ദേഹമാകെ കറുത്ത നളൻ ആരും തിരിച്ചറിയാനാവാത്ത രൂപത്തോടെ ഋതുവർണ്ണ രാജാവിന്റെ രാജധാനിയിൽ പാചകവൃത്തിക്കാരനായി ജോലി ചെയ്തു. ഇങ്ങനെ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ച നളന്റെ കഥ പറഞ്ഞുകൊണ്ട് ബൃഹദശ്വൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നു. താങ്കൾക്ക് പത്നിയും സഹോദരന്മാരും കൂടെ ഉണ്ടല്ലോ. നളൻ അവരാരും കൂടെ ഉണ്ടായിരുന്നില്ല. നളന്റെ ദുഃഖത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താങ്കളുടെ ദുഃഖം ഒന്നുമല്ല. ഇതാണ് ബൃഹദശ്വൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥ പറഞ്ഞ് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നത്. ഈ വിധമുള്ള
പല കഥകൾ യുധിഷ്ഠിരന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ബൃഹദേശ്വരൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഭഗരന്റെ കഥ, ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലെത്തിച്ച കഥ, ജനക രാജധാനിയിൽ ജനകനും അഷ്ടാവക്രനും തമ്മിലുള്ള സംവാദം, അഷ്ടാവക്ര ഗീത എന്നറിയപ്പെടുന്ന മനോഹരമായ ഉപദേശം, നഹുഷന്റെയും യയാതിയുടെയും കഥകൾ, ഇക്ഷ്വാകു വംശത്തിന്റെ കഥ, മാർക്കണ്ഡേയന്റെയും ദുർവാസാവിൻ്റെയും കഥകൾ, തുടർന്ന് രാമായണം കഥ, ഇവയെല്ലാം ഈ ഘട്ടത്തിൽ മഹർഷിമാർ യുധിഷ്ഠിരനോട് പറയുന്ന കഥകളാണ്. ദശരഥപുത്രനായ രാമനും യുധിഷ്ഠിരനെ പോലെ വനവാസം ചെയ്യേണ്ടി വരികയും പത്നിയെ നഷ്ടപ്പെട്ട ദുഃഖം മൂലം ഒട്ടേറെ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്ത കഥകൾ ഈ അവസരത്തിൽ വിസ്തരിച്ച് പറയും. ഇതിനിടെ ദുര്യോധനന്റെ രാജഭൂയാഗത്തിനുള്ള ശ്രമം വിജയിക്കുന്നില്ല. അതിനു പകരം മഹർഷിമാരുടെ ഉപദേശപ്രകാരം വൈഷ്ണവയജ്ഞം എന്നൊരു യജ്ഞം ദുര്യോധനൻ നടത്തുന്നു. അതിനുശേഷം കർണന് കവചകുണ്ഡലങ്ങൾ ലഭിച്ച കഥ, യക്ഷപ്രശ്നം, യക്ഷന്റെ ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരൻ നൽകുന്ന മറുപടികൾ എന്നിവയുടെ വനപർവം പൂർത്തിയാകുന്നു. 1.25 ലക്ഷം ശ്ലോകങ്ങളോടുകൂടിയ മഹാഭാരത കഥയുടെ കഥാതന്തു മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി വിരാടപർവം മുതലുള്ള ഭാഗങ്ങളുടെ ചുരുക്കം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇത് ഇന്നുകൊണ്ട് തീരില്ല. വിരാടപർവമുണ്ട്, ഉദ്യോഗപർവമുണ്ട്. ആ ഉദ്യോഗപർവത്തിലാണ് വിതുരോപദേശം വരുന്നത്. വിതുരോപദേശം ഒന്ന് ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് വിതുരോപദേശത്തിൻ്റെ ആ ലക്ഷ്യം എന്ന്. അവിടെ തന്നെ ഫനൽഫുജാതൻ എന്ന ഋഷി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഉപദേശം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഭീഷ്മപർവത്തിലേക്ക് പ്രവേശിക്കും. അവിടെയാണ് ഭഗവത്ഗീത. അപ്പോൾ 1-2 ക്ലാസ് നമുക്ക് ഭഗവത്ഗീതയ്ക്ക് വേണ്ടി വരും. അതിനുശേഷം ബാക്കി കഥാംശത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്ന സമയമാണ്. നമസ്തേ ജയശങ്കര. നമസ്തേ. സനാതന സുഖ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് അതിനകത്തിലുള്ളത് കൊണ്ട് ഇത് ഞാൻ ചുരുക്കി പറഞ്ഞു പോയതാണ്. കാരണം അത്രയും സമയം എടുക്കാനില്ലാത്തതുകൊണ്ട്. അത്രയും വലിയ ഓരോ പർവ്വത്തെ ഇത്രയും വളരെ ലളിതമായിട്ട് ചെറിയ വാക്കുകളില് ചെറിയ സമയം കൊണ്ട് ഒരു 3 പർവ്വമാണെന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാണ്. അതെ, ആദ്യ സഭ, വന, 3 അതെ, വളരെ അതിശയകരമായിരിക്കുന്നു. വളരെ സന്തോഷം. കഥ പറഞ്ഞ് വിചാരിച്ചെങ്കിലും കഥയൊന്ന് ചുരുക്കി പറഞ്ഞു തുടങ്ങിയെങ്കിൽ മഹാഭാരതത്തിന് വിഷയം കിട്ടാതാവില്ല എന്ന് വെച്ച് പറഞ്ഞു. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു 50ാമത്തെ തവണയാകുമ്പോഴത്തേക്ക് ഗീതയാകുമായിരിക്കും. അതെ, അടുത്ത കൂടെ കൊണ്ട് അതെ ആകുമ്പോ 2 ക്ലാസ് കഴിഞ്ഞാൽ ഗീതയാവും. അപ്പൊ നമുക്ക് ശങ്കര സ്മൃതി ദിനത്തിൽ ഗീത പറയാൻ പറ്റുമോ? ഗീത പറയാമല്ലോ. വളരെ സന്തോഷം. വളരെ സന്തോഷം. വളരെ സന്തോഷം ചേട്ടാ. ഇപ്പൊ എല്ലാ ദിവസവും പോലെ ക്ലാസ്സുകൾ ഗംഭീരമായി ഭംഗിയായെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം അത് അതിന്റെ രീതിയാണല്ലോ. പക്ഷെ ഇതില് ഉണ്ടാവേണ്ട ഒന്ന് ഞാൻ കാണുന്നത്, ഇപ്പം ചേട്ടൻ ഇത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. നമ്മളിൽ പലർക്കും ഇത് വളരെ ഗ്രാഹ്യമായിട്ട് മനസ്സിലാകുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ മനസ്സിലാക്കിയത് ആധുനിക തലമുറയില് ഈ വളരെ തെറ്റായ മഹാഭാരതത്തെ ക്രിറ്റിസിസം വായിച്ച് മനസ്സിലാക്കിയവരെ തിരിപ്പിക്കുക എന്നുള്ളിടത്താണ്. കാരണം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ വേണ്ട എന്ന അറിവ് നമുക്കില്ല. 1. 2, ഈ 2-ാം ഊഴം ഇങ്ങനെയുള്ള അബദ്ധജടലങ്ങളായ പുസ്തകങ്ങൾ വളരെ പേരുള്ളവര് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും ചന്തു ചതിയനാണെന്നും ഭീമൻ ചതിയനാണെന്നും ഇങ്ങനെയൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങളിലൂടെയുള്ള പുസ്തകങ്ങൾ വായിച്ച് ഈ ആധുനിക എന്നാൽ വായനാശീലം ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് അപ്പൊ വാസ്തവികത നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് വരിക, അല്ലേ? ഈ കഥയാണ് കുട്ടികളിലേക്ക് എത്തേണ്ടത്. ഇത് ഒറിജിനൽ കഥയാണ്. ഇത് മഹാഭാരത കഥയിൽ അല്പമൊരു വെള്ളം ചേർക്കാതെ ഉണ്ടായതാണ്. പക്ഷെ കുട്ടികൾ ധരിച്ചിരിക്കുന്ന മുഴുവനും വികൃതവും വികലവുമായ കഥകളാണ് സാഹിത്യകാരന്മാർ അതാണ് എഴുതി വിടുക മുഴുവൻ. യഥാർത്ഥ മഹാഭാരത കഥയല്ല അവരെഴുതി വിടുന്ന. പലപ്പോഴും ചിത്രകഥകളോ ഒക്കെ കേട്ടാണ് ഇവരറിയുന്നത് മുഴുവൻ. ചിത്രകഥകളൊന്നും യഥാർത്ഥമായ കഥയല്ല. പക്ഷെ അത് ഇവരറിയുന്നില്ലല്ലോ. കുട്ടികൾ രാമായണ മഹാഭാരതം അറിയുന്നത് ചിത്രകഥയെ കൂടെ മാത്രമാണ്. ഇപ്പൊ പറഞ്ഞ 2-ാം ഊഴം വായിച്ചിട്ട് മഹാഭാരതം ഒക്കെ അറിഞ്ഞു എന്ന് പറയുന്നവരാണ്
അത് തന്നെ അബദ്ധജടിലങ്ങളായ കാര്യങ്ങൾ ധരിച്ചു തീർച്ചയായിട്ടും. വെച്ചിരിക്കുന്നു. അയ്യോ, പിന്നെ എന്തുമാത്രം വികലമായി വഷളാക്കാമോ അങ്ങനെ വഷളാക്കി എഴുതുന്ന നോവലാണ്. പക്ഷെ അത് ഭഗവത്ഗീത മഹാഭാരതം അതിൽ നിന്ന് മുക്തമല്ലേ? എന്തോ ഭഗവത്ഗീത അതിൽ നിന്ന് മുക്തമല്ലേ? പിന്നെ ഗീതയെ നോക്കാം, ഗീത കഥയല്ലല്ലോ. അതിനെ ആ രീതിയിലൊന്നും ആരും ഇതായി ഇല്ല, കണ്ടില്ല. ആർക്കും പറയാം, അങ്ങോട്ട് ആരും അടുക്കുന്നില്ലല്ലോ. വിതുരോപദേശത്തിലോട്ട് പോകുന്നില്ല, ഗീതയിലേക്ക് പോകുന്നില്ല, സനൽസുജാതീയത്തിലേക്ക് പോകുന്നില്ല. രണ്ടാം പൂഴം അതേപോലെ ഇനി ഞാൻ ഉറങ്ങട്ടെ, KN ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണൻ ഇതുണ്ട്, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലെ കർണനെ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അതെ. ഇതുവരെ അങ്ങനെ ഭഗവത്ഗീത ഇതായിട്ട് ആരും ഇത് ഇല്ല, കണ്ടില്ല. ഭൗതിക ഉപദേശമല്ലോ, കഥയല്ലല്ലോ. അതെ, അല്ല, അതെ. അതുകൊണ്ട് ഉപദേശമായതുകൊണ്ടാണ് അതിനെ അല്ലെ അതിലേക്ക് കിടക്കാൻ പറ്റില്ല. കഥകളെ അവരവരുടെ കാഴ്ചപ്പാടി കണ്ടിട്ട് ആ മനോധർമ്മം അനുസരിച്ച് അങ്ങ് വളച്ചൊടിക്കും. കഥയല്ലേ വളച്ചൊടിക്കാൻ പറ്റുള്ളൂ. അതെ, അതെ, അതെ. അതെ, ഉപദേശത്തിന് അത് പറ്റിയല്ലോ. പറ്റില്ല. ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് കൈവെക്കില്ല. മഹാഭാരതത്തിന്റെ കാതൽ ഈ 5 ഉപദേശങ്ങളാണ്, ഇതാരും അറിയാറില്ല. അപ്പൊ ഈ അഖണ്ഡ ഭാരതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇപ്പൊ അത് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഗാന്ധാര ദേശം എന്ന് പറയുന്നത് ഈ കാണ്ഡഹാറാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ മ്യാൻമർ വരെയുള്ള സ്ഥലം വരെയുള്ളത് നമ്മൾ ഈ പറയുന്ന മഹാഭാരതം നടന്ന സമയത്ത് ഇതേ രീതിയിലായിരുന്നു ഭാരതം ഉണ്ടായിരുന്നത് എന്നുള്ള അതെ. സംശയം. മഹാഭാരത ആദിമ കാലഘട്ടത്തിൽ ഒന്നായിരുന്നു. പിന്നെ ഈ 2 പേര് രാജാക്കന്മാരായപ്പോൾ രാജ്യം നേരെ മുകളിൽ മുതൽ താഴേക്ക് പിളർന്ന് 2ആക്കി. അങ്ങനെ അന്ന് 2 രാജധാനിയാക്കി 2 പേർക്കും കൊടുക്കാൻ കാരണമായതാണ്. ഖാണ്ഡവദാഹം എന്ന ഭാഗം മുഴുവൻ കൊടും കാടായിരുന്നു. ആ കാടാണ് അവിടെ യുധിഷ്ഠിരന് കൊടുക്കാൻ തീരുമാനിച്ചത്. യുധിഷ്ഠിരൻ അതിന് മടി പറഞ്ഞെങ്കിലും കൃഷ്ണൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ നന്നാക്കി തന്നോളാം. അങ്ങനെ ഖാണ്ഡവദാഹം നടത്തി നല്ല കൃഷിഭൂമിയാക്കി മാറ്റിയത് മാത്രമല്ല, മയൻ വന്നൊരു കൊട്ടാരം ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ ഭാരതത്തെ സമ്പുഷ്ടമാക്കിയതൊരു പ്രധാന പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും ഒരുപോലെയായി, 2 രാജധാനിയായി 2 പേര് ഭരിച്ചു. വളരെ സന്തോഷം സർ. വേറെ ആർക്കെങ്കിലും? നമ്മുടെ അദ്വൈത ലഹരിയുടെ 48ാമത്തെ സെഷൻ ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതിയാണ്. അതെല്ലാവരും ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതേപോലെ 50ാമത്തെ സെഷൻ വരുന്നത് നമ്മുടെ ശങ്കരസ്മൃതി നമ്മൾ ഇപ്രാവശ്യം കാലടിയിൽ വെച്ച് കൊണ്ടാടുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ മാസം 19-ാം തീയതി. അന്ന് നമ്മുടെ ഈ പറയുന്ന അദ്വൈത ലഹരിയുടെ 50ാമത്തെ സെഷൻ കൂടി അന്ന് അവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. അതും ഞങ്ങളുടെ ഒരു സുഹൃത്തും കഴിഞ്ഞ 4 വർഷമായിട്ട്, ഇതിപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ 4 വർഷമാകുന്നു കണ്ടിന്യൂസ് ആയിട്ട്. നമുക്ക് 48 4 വർഷമാകുന്നു അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഈ 15-ാം തീയതി നടക്കുന്ന ക്ലാസ് 48ാമത്തെയാണ്. 4 വർഷം പൂർത്തിയാവുകയാണ്. വളരെ സന്തോഷം. വളരെ അതെ, 4 വർഷം കൊണ്ട് നമ്മുടെ ഓൺലൈനിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പരിപാടി നടത്തി വരുന്നത് ആദിശങ്കര ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 50ാമത്തെ സെഷൻ നമ്മൾ ഇപ്രാവശ്യം ശങ്കര സ്മൃതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു മഹത്തായ ഒരു സംഭവമാകണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ സംസ്കൃത ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. സുഹൃത്തും സംസ്കൃതം ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിലും പങ്കുചേരാം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ജഗദീശ്വരന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്ന ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.